ഇപ്പം എനിക്ക് ബൈക്കുമ്മേ യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഏട്ടൻ പോയിട്ടാ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഇതാ പോയിട്ട് ചീരയും കൊള്ളിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചീര നാളെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നേരെ ഞാൻ കവറിലാക്കി മാറ്റി വെച്ചതിന് ശേഷം മുഴുവൻ ഞാൻ ഡപ്പയിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതാ ചാള മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടക്കം തന്നെ അരിഞ്ഞ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാത്തുനിയില്ലാത്ത എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അതും ഈ പാറ്റേനും പല്ലിനെ കേട്ടോ. അത് കാണിച്ച് കുറച്ച് നേരം പേടിപ്പിച്ചതിന് ശേഷം ഏട്ടാ എൻ്റെ പണിയിലേക്ക് കിടന്നു. എനിക്ക് മീൻകറിക്ക് എൻ്റെ ചുവന്നുള്ളിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി തരിക കേട്ടോ. പിന്നെ നാളെ ഞാൻ ഒരു വീഡിയോയിൽ വേണം ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് കുറേ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നില്ലേ, ലൈഫിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അവർ വീട്ടിൽ പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആരെങ്കിലും അത്ര വലിയ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം, നോക്കാം. ഓക്കെ, ഇതിന് വലിയ ഉറപ്പ് എനിക്ക് തരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മളെ കൊള്ളി എരിയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കാത്തുമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം വേഗം കൈയൊക്കെ കഴുകി വീണ്ടും ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു. കൊള്ളി അരിഞ്ഞ് വെട്ടി നുറുക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കൊള്ളിയും മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനും വന്നിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവൻ പതുക്കെയായിട്ട് ഇതൊക്കെ ചെയ്യുള്ളൂ. കാരണം അവൻ്റെ വീട്ടിൽ ഇതൊന്നും ചെയ്തിട്ടുള്ള ശീലം അവനില്ല. ഇപ്പം ഞങ്ങൾ രണ്ടാളും മാത്രം ആയതുകൊണ്ട് എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ അപ്പം തന്നെ അവ അവിടെ ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൊള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കൊള്ളി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇപ്പുറത്ത് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചുവന്നുള്ളിയും കാര്യങ്ങളൊക്കെ ചട്ടിയിൽ ഇട്ടതിന് ശേഷം അത് വണക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഏൽപ്പിച്ചു. അപ്പോഴേക്കും എന്താ ഞാൻ അവിടെ കൊള്ളി വേവിച്ച് വെച്ച കൊള്ളിനെ ഇഷ്ടമാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലേക്ക് ഞാൻ ഇങ്ങോട്ട് കടന്നു വിട്ടാം. അങ്ങനെ അപ്പോഴേക്കും ഏട്ട അവിടെ പുള്ളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് മീൻകറി ഒരു വിധം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മളെ കൊള്ളി ഇഷ്ടമുള്ള റെഡി ആയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മീനും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക വേണ്ടു. അതേപോലെ ഏട്ടൻ മീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മസാല പറ്റിയിട്ട് നാളേക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കൈ കൊടുക്കുന്ന പാത്രം കഴുകലും പണികളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാനും കാത്തുമ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയാണ് മീൻകറിയൊക്കെ റെഡി ആയതിന് ശേഷം അടുക്കളയൊക്കെ തുടച്ച് ക്ലീൻ ആക്കി. പിന്നെ അതാ നമ്മൾ ആ ചട്ടിയിൽ കൊള്ളി ഇഷ്ടമുണ്ടാക്കിയ ചട്ടിയിലേക്ക് കുറച്ച് മീൻ ചാറ് വെച്ചിട്ട് ആ കൈ കൊടുക്കുന്ന ഒന്ന് തിരുമ്പിയിട്ട് കഴിച്ച് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നെക്കാട്ടും ഇഷ്ടപ്പെട്ട് നമ്മളെ കാത്തുമ്മയ്ക്കായിരുന്നു. ചട്ടി തുടച്ച് ക്ലീൻ ആക്കണമായിരിക്കും എൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല എരിവുള്ള മീൻകറിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് തീരെ വയ്യാതെ കുറേ നേരമായില്ല അടുക്കളയിൽ നിൽക്കണു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് നേരം കിടക്കാൻ പോവാന്ന്, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കിടന്നെല്ലാം കഴിയുമ്പോൾ ഏട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കൊടുത്ത് നമ്മളെ കൊള്ളിഷ്ടവും അതിലേക്ക് നല്ല ചാള കറി വെച്ചത് ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ഈ ചൂടത്ത് നമുക്ക് പുറത്തിരുന്ന് കഴിക്കാൻ വെച്ചാൽ നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ റൂമിൽ എ സി ഇട്ടിട്ടാണ് ഇപ്പോഴത്തെ എൻ്റെ ഫുഡ് അടി മൊത്തം നടക്കാറ്. അപ്പോഴേക്കും എന്താ ഏട്ടനും വന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ അതാ വേഗം ഫുഡ് അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പാത്രം കഴുകാനും പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി അടുക്കളയിൽ പോയി പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ കത്തുമ്മലൊക്കെ ഭയങ്കര ഡാൻസും കാര്യങ്ങളായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവളെ പണ്ടത്തെ വീഡിയോസും കാര്യം കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതമായിരുന്നു അവളെ കണ്ടിട്ട് തന്നെ.